Good morning students, welcome to this video. നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് AC ഫണ്ടമെന്റൽസ് ആണ്. ഓക്കെ, AC ഫണ്ടമെന്റൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. What is AC? What is DC? What is time period? What is frequency? What is RMS value? What is average value? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, first AC and DC. AC means alternating current. AC എന്ന് പറഞ്ഞാൽ alternating current. DC എന്ന് പറഞ്ഞാൽ direct current. This AC and DC both are widely used in electrical and electronic circuits. അപ്പോൾ നമ്മൾ ഈ എസിയും ഡിസിയും ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പലപ്പോഴും ഹോം അപ്ലയൻസസിൽ, അതായത് ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് അവൻ, അങ്ങനെയുള്ള ഒരുപാട് ഹോം അപ്ലയൻസസിൽ സാധാരണ എ സി, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഡി സിയുടെ ആപ്ലിക്കേഷനും പലയിടത്തും പഠിച്ചിട്ടുണ്ട്. പല ഇലക്ട്രോണിക് ഡിവൈസും ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡി സി സപ്ലൈ ഉപയോഗിക്കാറുണ്ട്. ചാർജിങ് പർപ്പസിന് വേണ്ടി ഡി സി സപ്ലൈ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഈ ഡി സി എ സി ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി രണ്ടിനും ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എ സിക്കും ഡി സിക്കും ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓരോന്നിനും അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓക്കെ, സാധാരണഗതിയിൽ നമ്മുടെ ഹോം വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എ സി എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ്. സാധാരണഗതിയിൽ നമുക്ക് KSEB കിട്ടുന്ന എ സി സപ്ലൈ സാധാരണഗതിയിൽ 230 വോൾട്ട് ആണ്. എപ്പോഴും 230 വോൾട്ട് കാണണമെന്നില്ല. 220 വരാം, 200 വരാം, 180 ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. ആ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മൾ പഠിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. ഇനി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഇപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയാലും ഡയറക്ട് കറണ്ട് ആയാലും രണ്ടും ഇലക്ട്രിക് കറണ്ട് ആണ്. ഓക്കെ, വിച്ച് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ. ദിസ് AC current periodically reverses direction. AC കറണ്ടിന്റെ വേവ് ഫോം ആണിത്. ഓക്കെ, ഇത് കണ്ടോ, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക് കറണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, വീണ്ടും പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലേക്കും നെഗറ്റീവ് ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് പോകും. ഓൾട്ടർനേറ്റ് ആയിട്ട് അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഇടവിട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്ന കറണ്ട് കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരും. വീണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എന്റെ പേര് തന്നെ കിട്ടാൻ കാരണം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന പേര് തന്നെ കിട്ടാൻ കാരണം ഇതാണ്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇവിടെ നമ്മൾ ഡയറക്ഷൻ മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ ആണ്, ഇതാണ് ഇതിന്റെ മാക്സിമം വോൾട്ടേജ്. ഇത് 6 വോൾട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 5 വോൾട്ടേ കാണത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ അത് 4 വോൾട്ടേ കാണത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ അത് 3 കാണത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ അത് 0. ഇവിടെ വരുമ്പോൾ അത് വീണ്ടും -1 വോൾട്ട് ആവും, 1 വോൾട്ട് ആവും,
ഇവിടെ വരുമ്പോൾ 2 ആവും, ഇവിടെ വരുമ്പോൾ 6 ആവും. അങ്ങനെ ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് കറണ്ട് വിച്ച് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ. ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ആദ്യമേ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്ന കറണ്ട് കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോസിറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യും. ഇങ്ങനെ ഡയറക്ഷൻ മാത്രമല്ല റിവേഴ്സ് ചെയ്യുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡും റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് മാക്സിമം വോൾട്ടേജ്. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് 5 വോൾട്ടേ ഉള്ളൂ, ഇവിടെ വരുമ്പോൾ 4 ഉള്ളൂ, ഇവിടെ വരുമ്പോൾ 3 ഉള്ളൂ. അങ്ങനെ കുറഞ്ഞു വരുന്നു. ഇവിടെ വരുമ്പോൾ 0. അപ്പോൾ അങ്ങനെ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ഡയറക്ഷനും ചേഞ്ച് ചെയ്യും, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും. അങ്ങനെ ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും, ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് ആണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് an electric current which periodically reverses direction and changes its magnitude with time. പീരിയോഡിക്കലായിട്ട് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയും സമയത്തിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്താണ്? പീരിയോഡിക്കലായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതും ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതുമായ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. It is an electric current which periodically reverses direction and changes its magnitude with time. അപ്പോൾ പീരിയോഡിക്കലായിട്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതും സമയത്തിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ള കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നെക്സ്റ്റ് ഡയറക്ട് കറണ്ട് അഥവാ DC. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC ആണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയറക്ട് കറണ്ട് അഥവാ DC ആണ്. DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACയുടെ കൂട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് കറണ്ട് വിച്ച് ഫ്ലോസ് കൺസിസ്റ്റന്റ്ലി ഇൻ വൺ ഡയറക്ഷൻ. സ്ഥിരമായിട്ട് DC കറണ്ട് ഒരു ഡയറക്ഷനിലെ ഫ്ലോ ചെയ്യത്തുള്ളൂ. ACയുടെ കൂട്ട് പീരിയോഡിക്കലായിട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ പോവുകയും പിന്നീട് നെഗറ്റീവ് ഡയറക്ഷനിൽ പോവുകയും ഒന്നും ചെയ്യത്തില്ല. ഡയറക്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സിംഗിൾ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതിന്റെ വേവ് ഫോം ആണ് വരച്ചിരിക്കുന്നത്, കണ്ടോ? അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻ സൂചിപ്പിക്കുന്നത് ACയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ വേവ് ഫോം ആണ് ACയുടെ ഗ്രാഫ്. ACയുടെ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതേപോലെ പീരിയോഡിക്കലായിട്ട് പോസിറ്റീവ് ഡയറക്ഷനിലും നെഗറ്റീവ് ഡയറക്ഷനിലും മൂവ് ചെയ്യുന്ന വേവ് ഫോം ആണ് ACയുടെ വേവ് ഫോം. പക്ഷെ DCയുടെ വേവ് ഫോം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അത് സ്ട്രെയിറ്റ് ലൈനിലാണ് വരയ്ക്കേണ്ടത്. ഇതാണ് DC വോൾട്ടേജ്, കണ്ടോ? ഇതാണ് DC വോൾട്ടേജ്, ഇതാണ് DC കറണ്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ DC നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ട് ഒഴുകുന്നത് സിംഗിൾ ഡയറക്ഷനിലാണ്. ഒരേ ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് ഒഴുകത്തുള്ളൂ. ACയുടെ കൂട്ട് പീരിയോഡിക്കലായിട്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യത്തില്ല. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ an electric current which flows consistently in one direction is known as direct current. ഒരു സിംഗിൾ ഡയറക്ഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒഴുകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട് കറണ്ട്. ഓക്കെ, സാധാരണഗതിയിൽ AC വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് AC വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് DC വോൾട്ടേജ് സോഴ്സിന്റെ റെപ്രസെന്റേഷൻ. അപ്പോൾ AC വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫിഗർ ആണിത്. ഇത് DC വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ.